ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ടോപ്പാണ്. അതായത് നമുക്ക് സ്കർട്ടിൻ്റെ കൂടെയും പെയർ ചെയ്യാം, ധാവണിയായിട്ടും ഇടാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ചെയ്തേക്കുന്നത്. ആദ്യം നമ്മുടെ മെറ്റീരിയലിൻ്റെ ലെങ്ത് നോക്കിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി വെക്കണം. എന്നിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുക. ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 4 പീസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ വണ്ണം മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊത്തം വണ്ണത്തിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗം, അതാണ് വണ്ണം മാർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടാണ് ലൈനിങ്ങും കൂടെ വെച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് സെപ്പറേറ്റ്, ബാക്കിലേക്ക് സെപ്പറേറ്റ്, അങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നെക്കും കൂടെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതും കൂടെ ചേർത്താണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് ആദ്യം തയ്ക്കുന്നത്. ആദ്യം നെക്ക് തയ്ച്ച ശേഷം ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ചും സൈഡിലേക്കൊരു 3.5 മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതൊരു കോമൺ അളവാണ്, അങ്ങനെ മാറ്റം വരാറില്ല. അല്ലെങ്കിൽ അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ വേറൊരു ബ്ലൗസ് വെച്ചിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻ്റ് ഒന്ന് നോക്കി മാർക്ക് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇതേ കണക്ക് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനും സൈഡിലേക്ക് നമ്മുടെ ആം ഹോളിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ചരിച്ചൊരു കർവ് കണക്കൊന്ന് കൊടുക്കുക. 2 സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഒരു ലൈനിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ട് സൈഡിലും തയ്ച്ച ശേഷം താഴെ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി അടുത്തത് ബാക്കാണ്. ബാക്കിൽ നമ്മൾ 2 സൈഡിലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കണം, ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടോപ്പ് വന്നിട്ട് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബാക്കിൽ ഇതേപോലെ സെൻറ്റർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഹൂക്ക് വയ്ക്കുന്നത്. അപ്പോൾ അതിന് ഇതേപോലെ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം. എന്നിട്ട് അത് അകത്തേക്ക് മടക്കി തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഹൂക്ക് ഇടുന്ന ഭാഗം തയ്ക്കാനായിട്ട് ഇതുപോലെ നല്ല തുണി തന്നെ എടുക്കുക. അത് നമ്മുടെ ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചാണ് തയ്ക്കാനുള്ളത്. ലൈനിങ്ങിനോട് ചേർത്ത് വെച്ച് തയ്ച്ചിട്ട് മുകളിലേക്ക് മടക്കിയാണ് തയ്ക്കുന്നത്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ എൻഡ് ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. മടക്കി തയ്ച്ച ശേഷം നമ്മൾ ഒന്ന് വെച്ച് നോക്കിയിട്ട് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രോപ്പ് ടോപ്പ് റെഡിയാകും. അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണിക്കുന്നുണ്ട്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്ത് നോക്കണം.